അടുത്ത മാസം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ നിന്നും ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളായ എൽ.കെ. അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും മാറ്റി നിർത്തുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അതിനുള്ള പ്രധാന കാരണം രാമക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ ഒരു പ്രസ്താവനയാണ്. ജനുവരി 22-നാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. അതിൽ ഈ രണ്ട് നേതാക്കളും പങ്കെടുക്കില്ല എന്നതാണ് ട്രസ്റ്റ് അറിയിച്ചത്. കാരണം പ്രായാധിക്യം കാരണം വീട്ടിലെ TV-യിലിരുന്ന് അവർ പരിപാടി കണ്ടാൽ മതി എന്നുള്ള തീരുമാനമാണ് ട്രസ്റ്റ് എടുത്തിരിക്കുന്നത്. എന്നാൽ 90 വയസ്സ് കഴിഞ്ഞ ദേവഗൗഡയ്ക്ക് ക്ഷണമുണ്ട്. അതാണിപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു തീരുമാനം വന്നതോടെ അതിനെ എതിർത്തുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് VHP. മുതിർന്ന BJP നേതാക്കളായ ലാൽകൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് VHP ചെയ്യുന്നത്. VHPയുടെ ഈ ആവശ്യം പരിഗണിക്കാമെന്ന് ആ രണ്ട് നേതാക്കളും അറിയിച്ചതായും VHP നേതാക്കൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വെട്ടിനിരത്തൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അദ്വാനിയെ പോലുള്ള മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തുന്ന പ്രവണത മോദി അധികാരത്തിൽ വന്നത് മുതൽ കണ്ടുവരുന്നതാണ്. അദ്വാനിയുടെ കൂടെ ഉണ്ടായിരുന്ന പല നേതാക്കൾക്കും സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ നിരന്തരമായി വേട്ടയാടുന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ കണ്ടത്. ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് തന്നെ കാരണക്കാരനായ ആളാണ് ലാൽകൃഷ്ണ അദ്വാനി. മോദി ഇല്ലെങ്കിൽ പോലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഏറ്റവും യോഗ്യൻ അദ്വാനിയാണ് എന്നുള്ള അഭിപ്രായങ്ങൾ BJP പ്രവർത്തകരുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതേ തുടർന്നാണ് ഇപ്പോൾ VHP ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. മോദിയുടെ ഇടപെടലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് ട്രസ്റ്റിനെ പ്രേരിപ്പിച്ചത് എന്നുള്ള അടക്കം പറച്ചിലുകളും ഇപ്പോൾ BJP-ക്കാരുടെ ഇടയിൽ ഉയരുന്നുണ്ട്. പ്രായാധിക്യമാണെങ്കിൽ 90 വയസ്സ് കഴിഞ്ഞ് ദേവഗൗഡയെ ക്ഷണിക്കാൻ എന്തിന് 3-അംഗ കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ട്രസ്റ്റ് അംഗങ്ങൾക്ക് ഇതുവരെ സാധിക്കുന്നുമില്ല. സംഘപരിവാർ സംഘടനകളിൽ നിന്നും മോഡിക്കെതിരെയുള്ള എതിർപ്പിപ്പോൾ മറനീക്കി പുറത്തു വരികയാണ്. അദ്വാനിയും മനോഹർ ജോഷിയും രാമക്ഷേത്രത്തിൽ എത്തുകയാണെങ്കിൽ മോദിക്ക് അതൊരു ക്ഷീണം തന്നെയാവും എന്നതിൽ തർക്കമില്ല.